റിയാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കൈകൊണ്ട് പോലും തൊടാതെ തന്നെ ക്ലോസറ്റ് നല്ല പളപള ആക്കി എടുക്കുന്നതിനുള്ള കിടിലൻ ടിപ്പുമായിട്ടാണ്. കയ്യും വേണ്ട, ബ്രഷും വേണ്ട, ഒന്നും വേണ്ട, ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 3 സ്പൂണ് ഉപ്പ്, പൊടിയുപ്പ് 3 സ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിലിപ്പോ കുറച്ച് 3 സ്പൂണ് വേണ്ട, 1 സ്പൂണ് ബേക്കിംഗ് സോഡാപ്പൊടി അതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉപയോഗിച്ചിട്ട് മിച്ചം വരുന്ന ചെറിയ ചെറിയ സോപ്പിന്റെ പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും എടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ എടുക്കാൻ പോകുന്നത് സോപ്പിന്റെ കുറച്ച് കഷ്ണം ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു സോപ്പിന്റെ കുറച്ച് ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ച് തീർന്നതിന്റെ കുറച്ച് ലാസ്റ്റ് എത്തിയതിൻ്റെതാണ്. അപ്പൊ ഇത് ഞാനിവിടെ ഒരു ചെറിയ ഗ്രേറ്റർ എടുത്തിട്ട് ഇതിൽ കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പീസായിട്ടുള്ള സോപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചങ്ങ് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പം ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് സോപ്പും കൂടെ ഇതേപോലെ ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അണുക്കളൊക്കെ പെട്ടെന്ന് നശിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇട്ടത്. ഉപ്പും അണുനാശിനിയാണ്. സോപ്പ് ഇട്ടിരിക്കുന്നത് ഒരു മണത്തിനും അതുപോലെ പതയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിള്ളേരൊക്കെ ഈ ലേസൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും കളയുന്ന ആ കവറുണ്ടല്ലോ, ഈ കവറാണ് കുറച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിപ്പോ ഈ ഒരു കവറാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ ഒന്ന് കീറി ഈ ഒരു ചെറിയ പീസാക്കി എടുത്തു. നമുക്കിപ്പോ ഒരു ചെറിയ പീസിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു നമ്മളുണ്ടാക്കിയ ഈ ഒരു മിക്സ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ നമ്മളൊരു കിഴി പോലെ ഒന്ന് കെട്ടി എടുക്കണം. ഇതൊരു ചെറിയ ഒരു കിഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് കെട്ടി കൊടുക്കണേ. ഒന്ന് ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കണം. അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പം അലുമിനിയം ഫോയിൽ ഇല്ല. അപ്പം ഇതായാലും മതി. നമുക്കിപ്പോൾ എല്ലാവർക്കും അലുമിനിയം ഫോയിലൊക്കെ വീട്ടിൽ കാണണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഒരൊറ്റ കുഞ്ഞൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിന്ന് വെച്ചിട്ടാണ്. ആ ഒരു പിന്നിന്റെ ഹോള് മാത്രം മതി, അല്ലാതെ വലിയ ഹോളൊന്നും ഇട്ട് കൊടുക്കരുത്. ഞാനിപ്പം കുറച്ച് അകലത്തില് ഒരു 3 ഹോള് ഇട്ട് കൊടുത്തു. ഇത് തന്നെ ധാരാളം. ഇനി നമ്മൾ ഇതിലൊരു നൂലും കൂടെ കെട്ടി എടുക്കണം. നമ്മളിത് ഫ്ലഷ് ടാങ്കിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കട്ടിയുള്ള ഒരു നൂല് വെച്ചിതൊന്ന് കെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കിഴി ഇതാണ് ആവശ്യം. അപ്പോൾ നമുക്കിത് ഫ്ലഷ് ടാങ്കിലോട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഫ്ലഷ് ടാങ്ക് തുറന്നിട്ടുണ്ട്. ഇതിന്റെ സൈഡിലോട്ട് ഇതിനെ വെള്ളത്തിൽ ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു നൂല് നമുക്ക് വെളിയിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, അടച്ചങ്ങ് കൊടുത്താൽ മതി. അപ്പൊ നമ്മള് ടോയ്ലറ്റ് ഓരോ പ്രാവശ്യവും ഫ്ലഷ് അടിക്കുമ്പോഴത്തേക്കും ആ ഇട്ടിരിക്കുന്ന ആ ഓട്ടയിൽ നിന്നും ഈ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ആ വെള്ളത്തിൽ മിക്സ് ആയിട്ട് ഓരോ തവണ നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോഴും ടോയ്ലറ്റ് ക്ലോസറ്റ് വൃത്തിയായിക്കൊണ്ടിരിക്കും. സ്മെല്ലൊന്നും വരത്തില്ല. ഇപ്പൊ ഞാനത് കാണിച്ചു തരാം. ആ ഒരു ഓരോ ഫ്ലഷിലും നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് തന്നെ ഇത് ഫ്ലഷ് അടിക്കുമ്പോൾ തന്നെ അവർ തന്നെ ക്ലീൻ ആക്കിയിട്ട് പോകുന്ന ഒരു സെറ്റപ്പാണിത്. ഈ ഒരു നൂല് ഇവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന്
സബ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.